വെങ്ങാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം നഷ്ടമുണ്ടായ രണ്ടുപേരാണ് ഇപ്പോൾ നമ്മോടുള്ളത്. അഫാൻ്റെ വാപ്പ റഹീമും ഉമ്മ ഷമീമാണ് ഇപ്പോൾ നമ്മോടുള്ളത്. ഈ ഒരു സംഭവം എപ്പോഴാണ് അറിയുന്നത്? ഞാൻ അറിയുന്നത് അവിടുത്തെ സമയം ഏകദേശം 3 മണിയായി കാണും. അപ്പോൾ ഇത് 5:30 മണിക്ക് ശേഷം സഹോദരിയുടെ മകൻ വിളിച്ച് എൻ്റെ പറഞ്ഞതുപോലെ പാങ്ങോട്ടുമ്മ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം ഉമ്മയുടെ മരണം നമ്മൾ അറിയുന്നത്. പക്ഷേ പിന്നീടാണ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഉമ്മയുടെ മരണം എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവിടെ ദിമാഗിൽ തന്നെ ഉള്ള. അവൻ വിളിച്ചു പറഞ്ഞു അഫാനാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്, ഉമ്മയുടെ മാല കാണുന്നില്ല എന്ന് അവൻ വിളിച്ചെന്നോട് പറഞ്ഞു. അപ്പം എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. അവനങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസം വരുന്നില്ല. അവനങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു. അവനങ്ങനെയുള്ള കുട്ടിയും ഇല്ലായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞതാണ്, ഒരു മകനും വാപ്പയും തമ്മിലുള്ളതിനേക്കാളും ഒരു സുഹൃത്തുക്കളുമായുള്ള ബന്ധമായിരുന്നു എന്ന് പറയും. അപ്പോൾ അഫാന് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അഫാൻ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളുള്ളവനല്ലായിരുന്നു അവൻ. നമ്മൾ സുഹൃത്തുക്കളെ നമ്മൾ 4 പേരും നല്ല രീതിയിൽ തന്നെ സുഹൃത്തുക്കളെ പോലെ തന്നെ കഴിഞ്ഞു വന്നതാണ് 4 പേരും. ഉമ്മ വാപ്പ മക്കൾ അങ്ങനെ ഒരു ഇതിലേ കഴിഞ്ഞത്. നമ്മൾ സുഹൃത്തുക്കളെ പോലെ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. നമ്മൾ എല്ലാവർക്കും അസൂയ ഉണ്ടായിരുന്നൊരു കുടുംബം പോലെ ഞങ്ങളെ. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ പോകുന്ന സമയത്ത് വീട്ടിലൊരു കോഴി ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടും വീട് വെച്ചതുമായി ബന്ധപ്പെട്ട ചെറിയ കടബാധ്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നീട് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം വീട്ടിലോട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ബിസിനസ് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണോ കടബാധ്യത ഉണ്ടാകുന്നത്? കടബാധ്യത എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, കോഴി ബിസിനസ് ഞാൻ ലോൺ എടുത്തല്ലോ, അത് ഫാമെല്ലാം അടിച്ച് കൂട്ടിയത്. കോഴി ബിസിനസ് വലിയ കുഴപ്പമില്ല പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തോ യാദൃശ്യമായിട്ട് അത് സംഭവിച്ചു പോയി. കോഴികളെല്ലാം നശിച്ചു പോവുകയാണ് ചെയ്തത്. അതും ഒരു സാമ്പത്തിക ബാധ്യത പറ്റൊരു കാര്യമാണ്. പിന്നെ അവരുടെ കുഞ്ഞുമാരുടെ വീട്ടിൽ കുറച്ച് പൈസ പലിശക്കായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഇങ്ങനെ പലിശ കൊടുത്ത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ബുദ്ധിമുട്ടായി തീർന്നു. ഉമ്മയെ നമ്മൾ മുൻപ് പലതവണ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഉമ്മയുടെ ആരോഗ്യസ്ഥിതി അതിന് അനുകൂലമല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ സംസാരിക്കാത്തത്. ഉമ്മയ്ക്ക് എന്താണ് ആ ഒരു സമയത്ത് സംഭവിച്ചത്? അതായത് പെട്ടെന്ന് വീട്ടിൽ സാമ്പത്തിക ബാധകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഉമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്കുള്ള സ്വത്ത് വിറ്റാൽ അതിൻ്റെ പകുതി പോലും ആവശ്യമില്ല, ആ ഒരു കടം വീട്ടാനാണ്. ആവശ്യമില്ലായിരുന്നു, പകുതി പോലും ആവശ്യമില്ലായിരുന്നു കടം വീട്ടാൻ. പിന്നെ അഫാന് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു പ്രകോപനം ഉണ്ടായത്? കാരണം വീട്ടിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടോ മുമ്പ്? വീട്ടിൽ ഒരു വഴക്കുമില്ല. നമ്മൾ 3 പേരും വീട്ടിലുണ്ടായിരുന്നു. നമുക്ക് 3 പേർക്കും ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ലാതെ നമ്മൾ ജീവിച്ച് പോയിക്കൊണ്ടിരുന്നത്. ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അന്നത്തെ ദിവസം ഒരു കാരണവും എനിക്ക് ഓർമ്മയില്ല. ഉമ്മയെ രാവിലെ അഫാൻ ഏകദേശം 11:30 കഴുത്തിൽ ഷോള് മുറുക്കിയെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾക്ക് തുടക്കം? സംഭവം തുടങ്ങിയത്. പക്ഷേ അതിനു മുന്നേ അവൻ എന്ത് പറഞ്ഞെന്നാ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ സ്വപ്നത്തിലൊന്നോണം എൻ്റെ കൈ ഞാൻ ഇങ്ങനെ ആക്കി. എന്നിട്ട് എൻ്റെ മോൻ പറഞ്ഞു മച്ചി ക്ഷമിക്കണേ എന്ന് പറഞ്ഞ്, എന്നിട്ട് പർസാനെ വിളിച്ചുകൊണ്ട് വരട്ട് ഞാൻ പോയി മച്ചി ആശുപത്രി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അറിയണത് പിന്നെ സന്ധ്യയ്ക്ക് പോലീസ് വന്ന് അത് തട്ടിപ്പൊടിക്കുന്നതിന് കണ്ടത്. എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഉമ്മ മകനെ കാണണമെന്ന് താല്പര്യമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? ഇല്ല, എനിക്കിപ്പോൾ താല്പര്യമില്ല. എൻ്റെ പൊടിക്കതിനെ നശിപ്പിച്ചവൻ. എനിക്കിപ്പോൾ താല്പര്യമില്ല എൻ്റെ കൊച്ചിനെ കാണുമെന്ന്. പക്ഷേ എൻ്റെ 2 പൊന്നുമക്കളും എൻ്റെ കൊച്ചുങ്ങളായിരുന്നു എനിക്ക് നഷ്ടപ്പെട്ടു പോയി. 2 മക്കളും ഒരേ ദിവസം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ലത്തീഫിക്കയുടെ അടുത്ത് ഉമ്മയുടെ അടുത്തും അഫാനൊരു വൈരാഗ്യം ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? വൈരാഗ്യം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കാക്കാവിനെ ഉപദേശിക്കുമായിരുന്നു. ഞാനില്ലാത്ത സ്ഥിതിക്ക് ഒരു രക്ഷാകർത്താവിൻ്റെ സ്ഥാനത്ത് കാക്കാവിനെ ഉപദേശിക്കുമായിരുന്നു. ഞാൻ അവൻ്റെ ഉപദേശം ഇഷ്ടപ്പെട്ടില്ലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉപദേശിക്കുന്നവന് ഇഷ്ടമല്ലായിരിക്കും, അല്ലാതെ മറ്റു കാരണങ്ങളൊന്നും എനിക്കറിയത്തില്ല. അഫാൻ സ്വയം ജീവൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉമ്മയുടെ അടുത്ത്? അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല. അങ്ങനെയൊന്നും എൻ്റെ കൊച്ചൊക്കെ ചെയ്യുന്ന കുട്ടിയല്ല. അവൻ ബാക്കിയുള്ളവരെ ഉപദ്രവിക്കൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. അവൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്യുന്ന കൊച്ചല്ലായിരുന്നു. ഒരു ദുഷിയിലും ഒന്നും ഇല്ലായിരുന്നു അവന്. ഈ ലോൺ ആപ്പുകളിൽ നിന്ന് അഫാൻ ലോൺ എടുത്തുന്ന വലിയ ബാധ്യത ഉണ്ടായിരുന്നു. അത് വലിയ ബാധ്യത ഉണ്ടാകുന്ന എനിക്കറിയില്ല. അത് തലേദിവസം വിളിച്ച കാര്യമേ അറിയാവുള്ളൂ. പിറ്റേന്നും വിളിച്ചിരുന്നു. അവരുടെ ഭാഗത്തുനിന്ന് അഫാന് മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു. മാനസിക സമ്മർദ്ദം ഉണ്ടായത്. ഇപ്പോൾ ഉമ്മയ്ക്ക് ഈ സ്നേഹസ്പർശമാണല്ലേ ഉമ്മയുടെ ഇപ്പോൾ ഉള്ളത്? ഈ കുട്ടികളൊക്കെയാണല്ലേ? എനിക്ക് ഇവരൊക്കെ തന്നെ കൂടെ ഉള്ളത്. ഇവിടെ തന്നെയാണ് നമ്മുടെ സ്ഥാപനം. മറക്കാനാവാത്ത സംഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായതെങ്കിൽ പോലും ഇനിയുള്ള നാളുകളെങ്കിലും അവർക്ക് സന്തോഷത്തോടു കൂടി കഴിയാനുള്ള ഒരു അവസരമാണ് ഈ കുടുംബം ആഗ്രഹിക്കുന്നത്. ശ്യാംകുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.